ചീത്തയെ തല്ലി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, മഴതൂരം മുമ്പിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് റീത്തയുടെ അഹങ്കാരത്തിന് തിരിച്ചടി നൽകുകയും തുടർന്ന് റീത്തയെ തല്ലിപ്പുറത്താക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുക. അതായത് റീത്തയുടെ വാക്കുകൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ അലീനയെ സ്വാധീനിക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ പപ്പയുടെ വീട് ഉപേക്ഷിച്ച് വലിയൊരു പ്രശ്നമൊന്നുമില്ലാതെ പയ്യെ പോകാമെന്ന് ചിന്തിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ അലീനയെ അങ്ങനെ വിടാനായിട്ട് സ്റ്റാൻലി തീരുമാനിക്കുന്നില്ല. അതായത്, മോളെ, ആവശ്യമില്ലാത്ത ചിന്തകളും കാര്യങ്ങളൊന്നും നീ മനസ്സിലേക്ക് എടുക്കേണ്ടതില്ല. ആവശ്യമില്ലാതെ നീ പ്രശ്നത്തിന് നിൽക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ നീ വീട് വിട്ട് പോകേണ്ടതില്ല. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നീ എൻ്റെ മകളായി ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പടിയിറങ്ങുമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അലീന പറയുന്നുണ്ട്, പപ്പ, ഞാൻ ആവശ്യമില്ലാതെ ഇവിടെ നിന്ന് പപ്പയ്ക്ക് ഒരു ബാധ്യതയാകുന്നത് അത് പപ്പയ്ക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളും അല്ലേ? വെറുതെ പപ്പയും ബന്ധുക്കളും തമ്മിൽ എന്തിനാണ് ഞാൻ കാരണം പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയും. മോളെ, നീ എനിക്കൊരു ബാധ്യതയോ കാര്യമോ ഒന്നുമല്ല. ഇനി നിന്നെ അനാഥയെന്ന് മുദ്രകുത്തി തള്ളിക്കളയാനൊന്നും ഈ പപ്പയ്ക്ക് സാധിക്കില്ല. നീ പപ്പയുടെ പൊന്നുമോളാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. പപ്പയാണെങ്കിൽ നിന്നെ പൊന്നുപോലെ നോക്കാനായിട്ട് ആഗ്രഹിക്കുകയുമാണ് എന്ന് അലീനയോട് പറയുമ്പോൾ പപ്പയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പപ്പ, അവർ യുദ്ധത്തിന് വന്നാൽ പപ്പയ്ക്ക് എന്തു ചെയ്യാൻ കഴിയും? എന്നെ വിട്ടുകൊടുക്കുകയല്ലേ, അല്ലാതെ വേറെ ഒരു വഴിയുമില്ലല്ലോ പപ്പയുടെ മുൻപിൽ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. മോളെ, നിന്നെ ഞാൻ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല, ഉപേക്ഷിക്കില്ല എന്ന് പറയുന്നു. ആരൊക്കെ എന്തൊക്കെ വന്നാലും, ഇനിയൊരു മല തന്നെ തൻ്റെ നേരെ വന്നാലും താൻ നിന്നെ വിടില്ല എന്ന് പറയുന്നു. കൂടാതെ തന്നെ ആ റീത്ത എന്ന് പറയുന്ന സ്ത്രീ പറഞ്ഞതൊന്നും നീ നിൻ്റെ മനസ്സിലേക്ക് എടുക്കേണ്ടതില്ല. അവരങ്ങനെയാണ്, ഒരു ദുഷിച്ച ജന്മമാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. തുടർന്ന് നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ അലീനയോട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നെല്ലാം വിശുദ്ധമായി വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം അതെല്ലാം കേട്ട അലീനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഈ റീത്ത എന്ന് പറയുന്ന സ്ത്രീ ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് തിരിച്ചറിയുന്ന അലീനയാണെങ്കിൽ പപ്പയുടെ കൂടെ നിൽക്കാം എന്ന് ചിന്തിക്കുന്നു. അപ്പോഴും അലീനയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കടന്നു ചിന്തകളുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതായത്, ഇതിനെക്കുറിച്ച് വല്യപ്പച്ചനോടൊന്ന് സംസാരിക്കണം, വല്യപ്പച്ചനും എന്താ പറയാനുള്ളത് എന്ന് ആലോചിക്കണം, കേൾക്കണമെന്ന് അലീന തീരുമാനിക്കുന്നു. ഇതേ സമയം വല്യപ്പച്ചനെ വിളിച്ചുകൊണ്ട് അലീനയാണെങ്കിൽ ചോദിക്കുകയാണ്, വല്യപ്പച്ച, ആരാണ് ഈ റീത്ത? ഈ റീത്തയും പപ്പയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നു. ഇതേ സമയം, എന്ത് പ്രശ്നം മോളെ, നിനക്കെന്താ ഇപ്പോൾ പറ്റിയത്? എന്തിനാ ഇപ്പോൾ നീ റീത്തേനെ പറ്റിച്ചൊക്കെ ചോദിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ വല്യപ്പച്ച, ഒന്നുമില്ല എന്നൊന്നും പറയണ്ട, എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ പപ്പ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി വല്യപ്പച്ചനൊന്നും മറച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ, അവൻ നിന്നോടെല്ലാം പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ എന്ന് പറയുന്നു. ഒടുവിൽ നമ്മുടെ വല്യപ്പച്ചൻ എന്ത് ചെയ്യുന്നു, സ്റ്റാലിൻ്റെ കാര്യങ്ങൾ ഓരോന്നായി അലീനയ്ക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നു. തുടർന്ന്, നീ ആ പുള്ളിക്കാരി പറഞ്ഞത് കേട്ട്, ആ മെനകെട്ടവൾ പറഞ്ഞത് കേട്ട്
പോകാനായിട്ട് നിൽക്കേണ്ടതില്ല എന്ന് പറയുന്നു. അവളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് മറ്റുള്ളവരെ തമ്മിത്തല്ലിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുകയാണ് എന്നും നമ്മുടെ വല്യപ്പച്ചൻ അലീനയെ അറിയിക്കുന്നു. എന്തു തീരുമാനിക്കുന്നുണ്ടെങ്കിലും ഞാൻ വന്നിട്ട് മാത്രം അതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുത്താൽ മതി എന്ന് ആര് പറയുന്നു? വല്യപ്പച്ചൻ പറഞ്ഞു വയ്ക്കുന്നു. ഇതേ സമയമാണെങ്കിൽ അലീന പറയുന്നുണ്ട്, ശരി വല്യപ്പച്ച, അല്ലാതെ ഞാനൊരു തീരുമാനവും എടുക്കില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീന റീത്തയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാക്കുന്നു. റീത്ത എങ്ങനെയുള്ളവളാണെന്നും തിരിച്ചറിയുന്നു. കൂടാതെ തന്നെ പപ്പയെ തൻ്റെ മുമ്പിലിട്ട് ഒരുപാട് നാണം കെടുത്തിയതൊക്കെ നമ്മുടെ അലീനയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ പപ്പയെ നാണം കെടുത്താനായിട്ട് മടിയില്ലാത്തവൾ, കൂടാതെ തന്നെ ഒരുപാട് പപ്പയെ പരാജയപ്പെടുത്തുകയും പപ്പയുടെ ജീവിതം നശിപ്പിച്ച ആൾ പപ്പയുടെ മുൻപിൽ തലകുനിച്ച് നിൽക്കണം എന്നൊരാഗ്രഹം, എന്നൊരു ചിന്ത അലീനയ്ക്ക് വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സ്റ്റാലിൻ്റെ മുൻപിൽ റീത്തയെ തല കുനിപ്പിക്കാനായിട്ട് നമ്മുടെ സ്റ്റാലിന് വേണ്ടി അലീന റീത്തയോട് പൊരുതാനായിട്ട് തുടങ്ങുകയാണ്. റീത്തയെ എന്ത് ചെയ്യുന്നുണ്ട്? വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് അലീന. അത് വേറെ ഒന്നിനും വേണ്ടിയല്ല, റീത്തയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് താൻ ആരാണ്, തൻ്റെ ഉദ്ദേശം എന്താണ് എന്നെല്ലാം. ഒടുവിൽ റീത്തയോട് നല്ല രീതിയിൽ തന്നെ അലീന പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ പപ്പയുടെ ജീവിതത്തിൽ ഒരു വലിയ കരടായി നിൽക്കരുതെന്നും പപ്പ ഇങ്ങനെ മദ്യത്തിന് അടിമയാവുന്നത് നിങ്ങൾ കാരണമാണെന്നും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യണമെന്നും പറയുമ്പോൾ സാധ്യമല്ല എന്ന് പറയുന്നു. അത് കേട്ട അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റീത്തയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ സ്വത്തും ഞാൻ കരസ്ഥമാക്കും, പപ്പ എനിക്കത് എഴുതി തരാനായിട്ട് മടിക്കുകയൊന്നുമില്ല എന്ന് പറയുമ്പോൾ റീത്ത വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. ഒടുവിൽ സ്റ്റാലിയുടെ മക്കളെയും ഭാര്യയെയും സ്റ്റാലിൻ്റെ കൂടെ എത്തിക്കാനായിട്ട് അലീനയ്ക്ക് സാധിക്കുന്നു. തുടർന്ന് നമ്മുടെ സ്റ്റാലിയുടെ ഭാര്യയുടെ അടുത്ത് എല്ലാ കാര്യവും അലീന തുറന്നു പറയുന്നു. ഒടുവിൽ നമ്മുടെ അലീന തന്നെ റീത്തയെ കൊണ്ട് സ്റ്റാലിൻ്റെ മുൻപിൽ മാപ്പ് പറയിക്കുന്നു. തുടർന്ന് റീത്ത എന്ന സ്റ്റാലിൻ്റെ ഭാര്യ സഹോദരിയെ എന്നേക്കുമായി അടിച്ച് അലീന പുറത്താക്കുന്നു. അങ്ങനെ സ്റ്റാലിൻ്റെ ജീവിതം അലീന തിരിച്ചു പിടിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ.